യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷനെ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിക്കാം സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിന് ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാലം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അതിശയവും അത്ഭുതമായിട്ട് നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയെത്തിരും. ഈ പൽക്കാലം ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകലതും പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ, അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ പ്രഭാതത്തിലും ചിലപ്പോൾ പല വിഷയത്തിന്റെ നടുവെ നാം ഭയത്തോടെ ആയിരിക്കുന്ന ചിലപ്പോൾ രോഗമായിരിക്കും നമ്മെ ഭയപ്പെടുത്തുന്നത്, ചിലപ്പോൾ മക്കളെ കുറിച്ചുള്ള ചില വിഷയങ്ങളായിരിക്കും നമ്മെ ഭയപ്പെടുത്തുന്നത്, ചിലപ്പോൾ കുടുംബജീവിതത്തിനകത്ത് ചില വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ കടന്നു വന്ന ചില വിഷയങ്ങളായിരിക്കാം. ഏത് സാഹചര്യത്തിൽ നോക്കിയാലും ചിലപ്പോൾ ചില ഭയങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് നമ്മെ ഭയപ്പെടുത്തി കളയാം. പക്ഷേ അതിനകത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം നിറയുവാനായിട്ട് ഇടയത്തിരുമ്പോൾ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ നാം ഫ്രീ ആകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അത് യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടലിന്റെ നടുവിൽ ഹല്ലേലൂയ ഇസ്രായേൽ ജനതയ്ക്ക് വഴി തുറന്നു കൊടുത്തതായ സർവശക്തനായ ദൈവം തീയുടെ അകത്ത് നിന്ന് ഹല്ലേലൂയ ഒരു പോറലും ഏൽക്കാതെ വേണം എബ്രായർ ബാലന്മാരെ പുറത്തെടുത്തതായ ദൈവം കൊടുങ്കാറ്റുകളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ചപ്പോഴും പടക്ക് തകരാതെ വേണം ശിശുമാരെ അക്കരെ എത്തിച്ചതായ സർവശക്തനായ ദൈവമത്രേ നമ്മോട് കൂടെയുള്ളത്. അങ്ങനെ ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, ഒരു കാറ്റിനോ ഒരു പേമാരിക്കോ നിന്നെ തകർക്കാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. ഒരു കൊടുങ്കാറ്റിന് നിന്നെ തകർക്കാൻ വിട്ടുകൊടുക്കുകയില്ല. ഒരു ചെങ്കടലിൽ മുങ്ങിപ്പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഒരു തീക്കകത്ത് നീ വെന്തു പോകാനായിട്ട് അനുവദിക്കത്തില്ല. ആ സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. ഈ പൽക്കാലം ഒന്ന് ഫ്രീ ആകുവാൻ തയ്യാറാകുക. നാം മനസ്സിനെ ഒന്ന് ഫ്രീ ആകുക. എന്റെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ അകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം, നമ്മുടെ കൂടെ ആരെങ്കിലും ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ധൈര്യം ഉണ്ടാകുവാനായിട്ട് ആ ഒരു ഫീലിംഗ് ഈ പകൽക്കാലം ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. പ്രശ്നത്തിന്റെ നടുവെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ തോളിലേറ്റിക്കൊണ്ട് നടക്കുവാൻ കഴിയുന്ന, എന്നെ എടുത്തുകൊണ്ട് പോകുന്ന, ആ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ അകത്തളത്തിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടാനായിട്ട് ഇടയായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നാം ഫ്രീ ആകുവാനായിട്ട് ഇടയത്തില്ല. നാം ഭയപ്പെടുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം നമുക്കറിയാം, ചെറിയൊരു പ്രശ്നം കടന്നു വരും, നാം ഭയപ്പെടുക. അതിന്റെ അവസാനം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാം ഇതിനകത്തൊന്നും ഒന്നും ഭയപ്പെടേണ്ട കാരണമില്ലെന്ന്. പക്ഷെ എന്തോ ഒരു ഭയം, നമ്മുടെ ഉൾഭയം പോലെ നമ്മുടെ ഉള്ളിനകത്ത് കിടന്നിങ്ങനെ ഭരിക്കുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ഭയത്തെ പുറത്താക്കുക. ക്രിസ്തുവിന്റെ സമാധാനത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുക. സ്തോത്ര. അതുകൊണ്ടാണ് ദാവീദ് തന്റെ സങ്കീർത്തനത്തെ 27-ാം സങ്കീർത്തനത്തിൽ താൻ എഴുതി ചേർക്കുവാനായിട്ട് ഇടത്ത് തന്റെ ധൈര്യത്തിന്റെ വാക്കുകൾ അവിടെ പ്രസ്താവിക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവയുടെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബല, ഞാൻ ആരെ പേടിക്കും? ആമേ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദാവീദ് തന്റെ സങ്കീർത്തനത്തെ എഴുതി ചേർക്കുവാനായിട്ട് ഇടയെത്തുന്നു. യഹോവന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയം. അപ്പൊ നമ്മുടെ രക്ഷയും നമ്മുടെ വെളിച്ചവും എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ വെളിച്ചമായിരിക്കുമ്പോൾ, ആ ദൈവം നമ്മുടെ രക്ഷയായിരിക്കുമ്പോൾ ദാവീദ് പറയുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. ഈ പൽക്കാലം നാം പറയുക, സ്തോത്ര, ദൈവം എന്റെ വെളിച്ചമാണ്, എന്റെ
രക്ഷയാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ഗോപുരമാണ്. ഞാൻ ആരെ ഭയപ്പെടാം? ദൈവം നമുക്ക് ചുറ്റും തീമതിലായിരുന്നു വേലി കെട്ടി സൂക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ തീമതിലിനകത്ത് ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ശത്രുവിന് ഒന്നും നമ്മെ തൊടാൻ കഴിയത്തില്ല. ദൈവം അനുവാദം കൊടുക്കാതെ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മെ തൊടാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അവിടെ കാണുന്നു, യഹോവയുടെ ജീവന്റെ ബലം ഞാൻ ആരെ പിടിക്കുക? നമ്മുടെ ജീവന്റെ ബലം. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ ദൈവം അത്രേ. ഹല്ലേലൂയ. ഈ പൽക്കാല ഈ വചനങ്ങളിൽ നാം ധൈര്യപ്പെടുവാനായിട്ട് ഇടയത്തില്ല. എന്റെ ജീവന്റെ ബലം ദൈവം അത്രേ. ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയല്ല, എന്റെ ഹൃദയം ഭയപ്പെടുകയല്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കുക. സങ്കീർത്തനക്കാരന്റെ ഹല്ലേലൂയ വളരെയധികം ധൈര്യപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ എന്തെല്ലാം കടന്നു വന്നാൽ ഒരു ദൈവ പൈതൽ ഭയപ്പെടാൻ പാടില്ല. കാരണം ആ പ്രശ്നത്തിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്ന, ആ പ്രതികൂലത്തിനകത്തുനിന്ന് വിടിയിപ്പാൻ കഴിയുന്ന, ആ പ്രതികൂലം നിന്നെ മുക്കിക്കളയുവാൻ അനുവദിച്ചു കൊടുക്കാത്ത ഒരു സർവശക്തനായ ദൈവമത്രേ നമ്മുടെ കൂടെയുള്ളത്. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയിൽ ഭയം ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിൽ ബലപ്പെടുവാൻ തയ്യാറാക്കുക. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിൽ ഒന്ന് ധൈര്യപ്പെടുവാൻ തയ്യാറാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്ര വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. സ്തോത്ര. നമ്മുടെ കൂടെ നടക്കും, നമ്മുടെ കൂടെ സംസാരിക്കുന്ന, നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കാണെന്ന ഒരു ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കർത്താവിൽ നിന്ന് ഒത്തിരി അകന്നു പോകുമ്പോഴാണ്. പക്ഷേ കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം നമ്മുടെ മേലുണ്ടെങ്കിൽ നാം ഒരു വിഷയത്തിനകത്ത് ഭയപ്പെടുകയല്ല. പ്രിയമുള്ളവരെ സ്തോത്രം, ഞാൻ പറയട്ടെ, മനുഷ്യരുടെ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്താം പലപ്പോഴും. സ്തോത്ര. നാം എത്ര ധൈര്യമുള്ളവരെന്ന് പറയുമ്പോൾ ചില മാനുഷികമായ വാക്കുകൾ നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയുകയാണ്, നമ്മെ ഭയപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ദൈവത്തിന്റെ വാക്ക് നിന്നെ ആശ്വസിപ്പിക്കുന്നതാ, നിന്നെ ധൈര്യപ്പെടുത്തുന്നത്, നിന്നെ ബലപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന് പറയാനായിട്ടുള്ളത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്ക് വരും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. സ്തോത്ര. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ എന്റെ യേശു കർത്താവിന് പറയാനായിട്ടുള്ളത്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ആ യേശു കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ സ്തോത്രം ഹല്ലേലൂയ പീരത്വത്തിന്റെ ആത്മാവിനെയല്ല, അപ്പ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ആ പുത്രത്വത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ മേൽ ഇരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നാം ഭയത്തിന് വാഴുവാനായിട്ട് ഇട കൊടുക്കരുത്. സ്തോത്ര. ഭയത്തെ നാം പുറത്താക്കുവാനായിട്ട് ഇടയായി തീർന്ന ഹല്ലേലൂയ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ഭയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കാം. കർത്താവിന് എന്റെ കൂടെ ഇരിക്കുവാനായിട്ട് കഴിയാത്ത ഏതെങ്കിലും മേഖലയുണ്ടോന്നാ ആ മേഖല ഇന്ന് പുറത്താക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, മാനസിക വാക്കുകൾ നമ്മെ ഭയപ്പെടുത്താം. ഡോക്ടർ പറയുന്ന ചില വാക്കുകൾ നമ്മെ ഭയപ്പെടുത്താം. നമ്മുടെ കൂട്ടുകാർ നമ്മോട് പറയുന്ന വാക്കുകൾ നമ്മെ ഭയപ്പെടുത്താം. നമ്മുടെ ഭവനത്തിലുള്ളവർ പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ നമ്മെ ഭയപ്പെടുത്താം. പക്ഷെ അവിടെയൊക്കെയും ദൈവത്തിന്റെ വാക്കിനാണ് നാം ഹല്ലേലൂയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്ക് നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയത്തില്ല. യേശുവിന്റെ അടുക്കിലേക്ക് യായിറോസ് തന്റെ കുഞ്ഞുമകളുടെ രോഗാവസ്ഥ പറയുവാനായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. കുഞ്ഞിന്റെ സാഹചര്യം എന്ന് പറയുന്ന അത്യാസന്ന നിലയിൽ ഇരിക്കുകയാണ്. ഡോക്ടർമാർ കൈവിടപ്പെട്ട അനുഭവമാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീഴുവാനായിട്ട് ഇടയെത്തുന്നത്. യേശു കർത്താവ് യായിറോസിനോടൊപ്പം പോകുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യായിറോസ് ഏത് ഭവനത്തിൽ നിന്ന് കടന്നു വന്നോ ആ ഭവനത്തിൽ നിന്ന് തന്നെ തന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് തന്റെ വിശ്വാസത്തെ അവിശ്വാസത്തിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള വാക്കുകൾ പറയുവാനായിട്ട് ഒരാൾ കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ നിന്ന് കടന്നു വന്ന വ്യക്തി പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞു മരിച്ചു പോയി എന്ന്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. യായിറോസ് ആ ഭവനത്തിനകത്തുനിന്ന് കയറി വരുന്നത് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ അടുത്ത വാക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്നതാ, തന്നെ ഭയപ്പെടുത്തുന്ന വാക്കുകളാ. പക്ഷേ യേശു കർത്താവ് അവിടെ പറയുവാനായിട്ട് ഇടയെത്തുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം മതി. അവിടെ എടുത്ത് യേശു കർത്താവ് ഭയപ്പെടേണ്ടെന്ന് പറയാനായിട്ട് കാരണം ഭയത്തിന്റെ വാക്കുകളാ. കുഞ്ഞു മരിച്ചു പോയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമുണ്ടാവും, ഒരു സ്തോത്ര വേദന ഉണ്ടാകും. അതുകൊണ്ട് യേശു കർത്താവ് ഉടനെ ആ വാക്കിനെ കാര്യമാക്കി തീർക്കാതെ യേശു കർത്താവ് പറയുവാനായിട്ട് ഇടയെത്തുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. ഈ പൽക്കാലം ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ട
പ്രിയമുള്ളവരോട് എനിക്കും പറയാനായിട്ടുള്ള ഒന്നിതേ ഉള്ളൂ. മാനുഷികമായ വാക്കുകൾ നമ്മെ തളർത്തിക്കളയാം, മാനുഷികമായ വാക്കുകൾ നമ്മെ അധൈര്യപ്പെടുത്തി കളയാം, മാനുഷികമായ വാക്കുകൾ നമ്മെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ സാധ്യതയുണ്ട്. പക്ഷെ യേശു എന്താണ് നിന്നോട് പറഞ്ഞത്? യേശു കർത്താവിന് ഇന്നും നിന്നോട് പറയാനായിട്ടുള്ളത്, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് യേശു കർത്താവിനെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്, മകനെ മകളെ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്നെ വീണ്ടെടുത്തവൻ ഞാൻ എത്രേ, സ്തോത്ര. നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ ഞാൻ എത്രേ, നീ എനിക്ക് വിലയേറിയവനാണ്. ഹല്ലേലൂയ. ഇതത്ര എന്റെ യേശു കർത്താവിന് പറയാനായിട്ടുള്ളത്. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം ഒന്ന് ധൈര്യപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. മാനുഷിക വാക്കുകൾ കേട്ട് ചിലപ്പോൾ രോഗത്തിന്റെ അനുഭവത്തിൽ ഡോക്ടർ അടുക്കൽ പോയപ്പോ ഡോക്ടർ പലതും പറഞ്ഞു കാണുമായിരിക്കാം, അത് ഓർത്ത് ടെൻഷൻ അടിച്ച് ഭയപ്പെടുന്ന അനുഭവമായിരിക്കാം. ഡോക്ടർ നിന്നോട് പറഞ്ഞിരിക്കാം നിനക്കൊരു തലമുറ ലഭിക്കത്തില്ലെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് ഒരു തലമുറ തരുവാൻ അസാധ്യമായിട്ടുള്ളതുണ്ടോ? നാം ചിന്തിക്കുക, നമ്മുടെ ദൈവത്തെ വലുതായിട്ട് കാണുക. നാം പലപ്പോഴും ദൈവം നമ്മോട് പറയുമ്പോൾ ആ ദൈവത്തിന്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കാതെ ലോക മനുഷ്യർ പറയുന്ന, ഡോക്ടർമാർ പറയുന്ന, ഇല്ലെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുന്നവർ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നാം അതല്ല ചെയ്യേണ്ടത്. നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മോട് എന്തോ പറയുന്നോ ആ വാക്കുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക. സ്തോത്രം. അവിടെയാണ് നാം ബലപ്പെടുക. അതുകൊണ്ടാണ് യേശു കർത്താവുമായിട്ട് ഗദരദേശത്തേക്ക് കടന്നുപോയ അപ്പോ അവിടെ കാറ്റും കൊടുങ്കാറ്റുകൾ അടിച്ചു കഴിഞ്ഞപ്പോ ആ പടക്ക് തിര മുങ്ങുമാറ് അവർ താണു പോകുമെന്ന് പെട്ടെന്നൊരു ഭയം കടന്നു വന്നു. യേശു കർത്താവ് എന്നിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഭീരുത്തുക്കളാകുന്നത്, നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്താ? കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നാം മുങ്ങിപ്പോകുവാൻ ഇടയാകത്തില്ല ഒരു നാളും. പ്രിയ ദൈവമക്കളെ, നാം ഇന്നൊരു ധൈര്യം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം, നാം ബലം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അവിടെയാണ് നമുക്ക് ജയിച്ചു കയറുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. സ്തോത്ര. അതെ, 60-ാം സങ്കീർത്തനത്തെ വാക്യുന്നുണ്ട്, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്ന ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിനക്ക് തേജസ്സും ആകുന്നു. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ വചനങ്ങളിൽ നാം ധൈര്യപ്പെടുവാനായിട്ട് ഇടയത്തിന്. ഈ ദൈവത്തിന്റെ വചനം ബന്ധനമില്ലാത്ത വചനമത്രേ, നമ്മെ ജീവിപ്പിക്കുന്ന വചനമത്രേ, കഷ്ടം നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന വചനമത്രേ. ഈ നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുമ്പോ, ആകുലത കടന്നു വരുമ്പോ ഈ വചനത്തെ ഞാനും നിങ്ങളും എടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ മേഖലയ്ക്ക് ഫില്ല് ചെയ്യുവാൻ തയ്യാറാകുമ്പോ നാം പോലും അറിയാതെ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ അലട്ടുന്ന ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറുവാനായിട്ട് ഇടയത്തില്ല. അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ എന്താ, ഏത് മേഖലയ്ക്കാണ് ഈ വചനത്തിന് ക്രിയ ചെയ്യേണ്ടത്, ആ മേഖലയിലേക്ക് ഈ വചനം പരിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീര. നാം അത് വിട്ടുകൊടുക്കുവാനായിട്ട് ഇടയത്തിന്. ആ വചനം ഉള്ളിലേക്ക് കഴക്കുക. ജീവന് ചൈതന്യമുള്ള ദൈവത്തിന്റെ വചന, 20 തലമുള്ള മൂർച്ചയുള്ള വാളിനേക്കാരി ശക്തിയേറിയ വചന, അല്ലെങ്കിൽ നിന്റെ പ്രാണനെയും മജ്ജകളെയും വേർതിരിക്കുമ്പോൾ തുളച്ചു കയറുക ഈ ദൈവത്തിന്റെ വചനത്തിനെ നിന്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട്, നിന്റെ ഭയത്തെ പുറത്താക്കുന്നതിന് വേണ്ടി, നിന്റെ ഉള്ളിൽ നിന്ന് ധൈര്യം നൽകേണ്ടതിനായിട്ട് ഈ അവസരം കൊടുക്കുവാനായിട്ട് ഇടയത്തരണം. ഹല്ലേലൂയ. ഇപ്പോൾ കാലം ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭയം നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നാളെ എന്തായി തീരുമെന്നുള്ള ഭയമായിരിക്കാം, നിന്റെ ബിസിനസ് എന്തായി തീരുമെന്നുള്ള ഒരു ഭയമായിരിക്കാം നിന്നെ അലട്ടുന്നത്, നിന്റെ കുടുംബം എന്തായി തീരുമെന്നുള്ള ഭയമായിരിക്കാം, കഴിഞ്ഞ നാളത്തെ ചില അനുഭവങ്ങൾ ഇനിയും ജീവിതത്തിനകത്ത് കടന്നു വരുമോ എന്നുള്ളൊരു ഭയം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതോണ നിന്നെ ചിറകിന്റെ മറയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യാർ കഷ്ടത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. രാത്രിയും തിന്മ നിന്നെ തൊടുകയില്ല. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവി പൽക്കലം പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ മുറിവേൽപ്പിച്ച ചില വിഷയങ്ങൾ, നിന്നെ വേദനിപ്പിച്ച ചില വിഷയങ്ങൾ വീണ്ടും ആവർത്തനമോ കടന്നു വരുമോ എന്നൊരു ചിന്ത ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഭരിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. ചിലരെ കാണുമ്പോൾ നീ പോലും അറിയാതെ ഭയപ്പെടുന്ന ഒരു അനുഭവം. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം കർത്താവ് നിന്നോട് പറയാ, ആ ഭയത്തെ പുറത്താക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ നാം എവിടേക്കെങ്കിലും പോകുമ്പോ, ചിലപ്പോൾ ബാങ്കിലായിരിക്കാം, നാം കടന്നു പോകുമ്പോൾ അവരോട് എന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ ഞരങ്ങുന്ന അനുഭവമായിരിക്കാം. പക്ഷെ നാം ചിലയിടത്ത് കടന്നു പോകുമ്പോൾ നാം എന്താണ് സംസാരിക്കേണ്ടതെന്ന്, ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ആരെങ്കിലും കടന്നു വരുമ്പോഴായിരിക്കാം, കടം വാങ്ങിച്ചവർക്ക് കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ടൈമായിട്ട് അവർ വീട്ടിൽ വരുമ്പോഴായിരിക്കാം. നമുക്കറിയത്തില്ല എന്താണ് ഭയം.
എന്താ എന്താ അവരോട് പറയേണ്ടത്? പെട്ടെന്ന് കടന്നു വരുന്നു എന്നാണ് ഭയം. അവരെന്തെങ്കിലും പറയുമോ എന്നാ. പക്ഷെ ഞാൻ പറയട്ടെ, നീ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ പ്രിയ ദൈവമക്കൾ, നീ എന്താണ് അവരോട് പറയേണ്ടതെന്ന്, നീ ഏത് മേഖലയിൽ കടന്നു പോയാലും അവിടെ കൂടെ നിന്റെ നാവോട് കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിക്കനായ മോശയോട് നാവോട് കൂടെ ഇരുന്ന ദൈവം. തടിച്ച നാവാണ്, വിക്കനാണ്, പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ നോക്കിയപ്പോഴും ദൈവം നിയോഗത്തോട് ഇസ്രായേൽ ജനതയെ വിടുവിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ ഇസ്രായേലിന്റെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച മോശയെ കാണുവാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തന്റെ നാവോട് കൂടി ഇരുന്ന് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദൈവം അത്രയും നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ പൽക്കാലം ഒന്ന് ധൈര്യപ്പെടുവാനായിട്ട് കഴിയുമോ? സ്തോത്രം. കർത്താവിൽ ഒന്ന് ആശ്രയിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, മനുഷ്യൻ നിങ്ങളെ ഭയപ്പെടുത്തും, പക്ഷേ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവം അത്രേ. സ്തോത്രം. ഭയം നിന്റെ ജീവിതത്തിൽ താളം തെറ്റിക്കാം. ഹല്ലേലൂയ. പക്ഷേ താളം തെറ്റിക്കുവാനായിട്ട് പിശാച് കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. സ്തോത്രം. ആ തന്ത്രത്തെ നീ ജയിക്കുവാനായിട്ട് ഇടയായി തീർണമെന്ന് ദൈവവചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. പല ചിന്തകൾ കൊണ്ടുവന്ന, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ സീരിയസ് നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പക്ഷേ നാം ആരംഭത്തിൽ അങ്ങ് ഭയപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ആ ഭയം നമ്മെ ജീവിതത്തിൽ പലതിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നാം പറയണം, ചില പ്രശ്നങ്ങൾ പൊങ്ങി വരുമ്പോ ഇതിനകത്ത് ഒന്നിനും എന്നെ തൊടാനായിട്ട് കഴിയത്തില്ല, ഈ വിഷയത്തെ എന്നെ തകർക്കുവാനായിട്ട് കഴിയില്ല, ഞാൻ ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ ഉള്ളം കരത്തിലാണ്. ആ കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്നെ പറിച്ചു കൊണ്ടു പോകുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഞാനും നിങ്ങൾ പറയുവാനായിട്ട് ഇടയായിത്തീരുമ്പോ അവിടെ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് ദൈവവചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കൾ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ചില മനുഷ്യരുടെ സാന്നിധ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങൾ വീണ്ടും വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയത്തീരും. നാം പറയാറില്ലേ? സ്തോത്ര. അവരെന്റെ അടുക്കൽ വരുമ്പോഴേ എനിക്ക് എവിടെ നിന്നോ ഒരു ഉള്ളിനകത്തൊരു ഭയം തട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ എന്ത് ചെയ്യുന്നു? സ്വസ്ഥത നൽകുന്ന ഒന്ന്. എത്ര സ്തോത്രം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ അതിന് 14-ാം വാക്യത്തിൽ പറയുന്നു, അതിനെ മോശ അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോര്, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്വസ്ഥത നൽകുന്ന ഒരു ദൈവം. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയെ സ്വസ്ഥതയില്ല, നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്തേക്ക് സ്തോത്ര ആ ദൈവത്തിന്റെ സമാധാനം നിന്റെ മേൽ പകരാ, ആ ദൈവത്തിന്റെ സ്വസ്ഥത നിന്റെ മേൽ വെളിപ്പെടാ. അതേ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകുന്നതാ. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യന്റെ സാന്നിധ്യം നമ്മെ ഭയപ്പെടുത്തുമ്പോൾ, നമ്മെ തകർത്ത് കളയുമ്പോൾ, നിരാശപ്പെടുത്തി കളയുമ്പോൾ, ആഴത്തിലേക്ക് നമ്മെ മുറിപ്പെടുത്തുവാനായിട്ട് ഇടയാക്കി തീരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ പൽക്കാലം ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥതയുടെ അനുഭവം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, മാനുഷിക വാക്കുകൾ പലപ്പോഴും നമ്മെ തളർത്തി കളയുവാനായിട്ട് ഇടയായി തീരും. പക്ഷേ ദൈവത്തിന്റെ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിരും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സ്തോത്ര. ഏലിയാവ് എന്ന പ്രവാചകൻ, ദൈവത്തിന്റെ ശബ്ദവുമായിട്ട് ആ കാലഘട്ടത്തിൽ നിന്ന് പ്രവാചകൻ സ്തോത്ര ഒരു നിമിഷം കൊണ്ട് സ്തോത്ര ദൂത് പറഞ്ഞു പുറത്തു വന്നു കഴിഞ്ഞു. ഇസബേൽ എന്ന പറഞ്ഞ സ്തോത്രം സ്ത്രീയുടെ വാക്കിന്റെ മുമ്പേ തന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഒരു ഭയമുണ്ട്. ഹല്ലേലൂയ. ആ ഭയം തന്നെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയെത്തുന്ന ഒരു മരണത്തിലേക്ക് എത്ര സ്തോത്രം. ഹല്ലേലൂയ. അതെ 19-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദൈവന്മാർ എന്നോട് തക്കവണോ അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പല മാനസിക വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തി കളയുവാനായിട്ട് ഇടയത്തിര, നമ്മെ നിരാശപ്പെടുത്തുവാനായിട്ട് ഇടയത്തിര, നമ്മെ മുറിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിര, നമ്മുടെ ശുശ്രൂഷകൾക്ക് തന്നെ താളം തെറ്റിക്കുന്ന രീതിയിൽ പല വാക്കുകൾ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയത്തിര. പക്ഷെ ഒരു ദൈവ പൈതൽ ഇത് പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ആ കാലഘട്ടത്തിൽ ശക്തിയോടെ നിന്ന പ്രവാചകനാ സ്തോത്ര ഏലിയ പ്രവാചകൻ. പക്ഷേ
പക്ഷേ ഇസബന്റെ ഒരു വാക്കിന് മുമ്പിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ ഭയപ്പെട്ടു, എഴുന്നേറ്റു, ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്നു മരിക്കുവാൻ ഇച്ഛിച്ചു. ഈ വാക്കുകൾ തന്നെ കേട്ടപ്പോ തന്റെ ഉള്ളിൽ ഭയം കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. ഈ ഭയത്തിന്റെ അവസാനം തന്റെ ജീവിതത്തിൽ കടന്നു വന്നത് എന്താ? താൻ മരണത്തിലേക്ക്, ഹല്ലേലൂയ, തന്നെ നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, മരിച്ചാൽ മതി ഇനി ജീവിക്കേണ്ട എന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, ചില മാനുഷ്യ വാക്കുകൾ നിന്നെ തകർത്തു കളയുന്നുണ്ടായിരിക്കാം, നിന്നെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്, മരിച്ചു കളയാം എന്നുള്ള അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. എന്ന ഈ പകൽക്കാലം പറയട്ടെ, ചില മാനുഷ്യ വാക്കുകളെ, ഹല്ലേലൂയ, ദൈവത്തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഏലിയാവിനെ തളർത്തിയതെന്താ? ഇസബന്റെ ഒറ്റ വാക്ക്. അതിനകത്തോട് കടന്നു വന്ന ഭയം. ചില വാക്കുകൾ നിന്നെ ഭയപ്പെടുത്താം. അത് എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം വലുതായിട്ട് നിന്റെ മുമ്പിൽ കടന്നു വരാം. നീ കാണുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കാം. ഇത്രയൊക്കെ ഞാൻ കർത്താവിന് വേണ്ടി നിന്നില്ലേ, ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചില്ലേ, എന്നിട്ട് എന്റെ ജീവിതത്തിൽ എന്താ, ഇനി എന്തിന് ഞാൻ ജീവിക്കണം, എനിക്ക് എവിടെ നിന്നൊരു വിടുതൽ കിട്ടും എന്നുള്ളൊരു ചിന്ത. ഹല്ലേലൂയ. എന്ന മാനുഷിക വാക്കുകൾ അവനെ തളർത്തി കളയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പറയുന്നു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. അവൻ അങ്ങ് താണു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി നിന്ന് പ്രവചന ദൂത് പറഞ്ഞ അവന്റെ സ്തോത്രം, അവന്റെ ധൈര്യത്തെ ഇസബേൽ എന്ന ഒരാൾ സ്ത്രീയുടെ വാക്കിനകത്ത് ചോർന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നിന്റെ മേൽ പകർന്ന ധൈര്യം, ഹല്ലേലൂയ, മാനുഷ്യമായ വാക്കുകൾക്ക് ചോർത്തിക്കളയുവാനായിട്ട് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല. ഹല്ലേലൂയ. നീ ചിലതിനകത്ത് ജയിക്കുവാനായിട്ട് ഇടയായി തീർന്ന, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. നിന്റെ മേൽ ചിലത് പരമേൽപ്പിച്ച ദൈവം അതിനെ നിന്നെ കൊണ്ട് നിവർത്തിപ്പാൻ ശക്തനാത്രേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നീ കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിക്കുവാനായിട്ട് ഇടയെത്തുന്നുവെങ്കിൽ, നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്വർഗത്തിലെ ദൈവമത്രേ. നീ എന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിക്കുവാൻ തയ്യാറായി, നിന്റെ കുടുംബം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായി, അന്നു മുതൽ നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ കാക്കുവാനായിട്ട് ഇടയെത്തിരും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോ കനലിൽ മേൽ ചുട്ട ഒരടയ ഒരു തുരുത്തി വെള്ളം തലക്കിലിരിക്കുന്ന കണ്ട് അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി എന്ന് കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്രം. യാത്രയുള്ള ശുശ്രൂഷയുള്ള പലതിനെയും പല വാക്കുകൾ പറയിപ്പിച്ച്, പല വാക്കുകൾ നിന്റെ ചെവിക്കകത്ത് ആഴമായിട്ട് കേൾപ്പിച്ച് നിന്നെ മുറിപ്പെടുത്തി പലതിനകത്ത് ഒതുക്കുവാൻ നോക്കുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നീ അതിനകത്തുനിന്ന് പുറത്തു വരിക. ചില മരണത്തിന്റെ ഭീതികളെ കർത്താവ് ഇന്ന് ഇതിനകത്തുനിന്ന് പൊട്ടിച്ചു പുറത്തെടുക്കുക. ചില മരണ ഭയങ്ങൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം ദൈവം മാറ്റുകയാ. സ്തോത്ര. ചിലരുടെ വാക്കുകൾ, ഇനി എന്തിന് ജീവിക്കുന്നു, ഇനി എന്തിനാ ജീവിക്കേണ്ടത്, ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആ ഒരു ചിന്ത, ആത്മഹത്യയുടെ സ്പിരിറ്റിനെ കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിനകത്തുനിന്ന് പൊട്ടിക്കുക. സ്തോത്രം. മരണം മതി. ഹല്ലേലൂയ. ആരാ പറഞ്ഞ നീ മരിച്ചു പോകുമെന്ന്? നിന്റെ മേൽ ഇനിയും ദൗത്യങ്ങൾ കിടക്കിയ എലിയാവേ. പക്ഷേ ആ ഒരു വാക്കിനു മുമ്പിൽ താൻ എല്ലാം മറക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഭയം നമ്മെ നിരാശപ്പെടുത്തും. നമ്മുടെ ഹല്ലേലൂയ ആഴത്തിന്റെ നിരാശയിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയത്തിന് ഭയം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്ന യഹോവയുടെ ദൂതൻ രണ്ടാം തട്ടി ഉണർത്തിയിട്ട് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ഒരു ഇസബന്റെ വാക്കിന് മുമ്പിൽ തളരുവാനായിട്ടല്ല, ഒരു മാനുഷിക വാക്കിന്റെ മുമ്പിൽ നീ തളർന്നു പോകാനായിട്ടല്ല കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില മരണത്തിന്റെ കെണിയാ കിടക്കുന്ന ചില വാക്കുകളെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് പൊട്ടിച്ചു കളയുക. യേശുവിന്റെ നാമത്തിൽ. എപ്പോഴും ഒരു മരണത്തിന്റെ ഭയം, എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ എന്തെങ്കിലും ചെയ്തു കളയുമോ, എനിക്കറിയില്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ആ ഒരു മരണത്തിന്റെ ഭയം യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ.
ചില കൂട്ടുകെട്ടുകളായിരിക്കാം നീ അറിയാതെ ചിലതിനകത്തേക്ക് കടന്നു പോയത്. അത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അതിനകത്ത് നിനക്ക് പുറത്തു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇനി ജീവിക്കേണ്ട എന്നൊരു ചിന്ത നിന്റെ ഉള്ളിനകത്ത് കാണുമായിരിക്കാം. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഈ പകൽക്കാലം ദൈവം നിന്നെ അതിനകത്തുനിന്ന് സ്വതന്ത്രമാക്കിയ യേശുവിന്റെ നാമത്തിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം. മാനുഷിക വാക്കുകൾ നിന്നെ പലയിടത്തും ഒതുക്കിക്കളയാം. നിന്റെ ശുശ്രൂഷയെ തന്നെ തകർത്ത് കളയാൻ നോക്കും. നിന്റെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കടന്നു വരും. നമുക്കറിയാം, പല കുടുംബങ്ങളും തകരുന്നതിന്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പലരുടെയും വാക്കുകൾ, അതിനെ നാം നിസ്സാരമാക്കി കളയാതെ നമ്മുടെ കുടുംബത്തിലേക്ക് വലുതായിട്ട് വലിച്ചു കയറ്റി എടുക്കുന്നത് കൊണ്ട് പല കുടുംബങ്ങൾ തകരുവാനായിട്ട് ഇടയെത്തിരുന്നത്. പക്ഷെ ഈ പകൽക്കാലം മാനുഷിക വാക്കുകൾക്ക് നീ പരിഗണന കൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച്, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ജയകരമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആഹാരത്തിന്റെ ബലം കൊട്ട് 40 പകലും 40 രാവിലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരോബോളം നടക്കുവാനായിട്ടിടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഒരു ഇസബേന്റെ വാക്ക് മരണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോ എന്റെ ദൈവത്തിന്റെ ദൂതനെ ഇറക്കി അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ടിടയെത്തുന്നു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മാനുഷിക വാക്കുകൾ നിന്നെ നശിപ്പിക്കാൻ നോക്കാം, നിന്നെ തളർത്തിക്കളയുവാൻ നോക്കുമ്പോ ദൈവത്തിന്റെ വാക്കുകൾ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒന്നത്രേ. ഈ പൽക്കാലം ചില മാനുഷിക വാക്കുകൾ കേട്ട് നീ ഒതുങ്ങിയിരിക്കുന്ന മേഖലയിൽ നിന്ന് കർത്താവ് നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുക. സ്തോത്ര. ആരുടെ മേലൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ ഈ പൽക്കാലം വെളിപ്പെടാ. നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ ഇതിനകത്ത് മതി എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടവനല്ല. നിനക്ക് ദൂരെ യാത്രയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കൊരു ദൂരെ യാത്രയുണ്ടെന്ന് മനസ്സിലാക്കി നിന്നെ പലതിനകത്ത് ഒതുക്കി കിടത്തുവാൻ ശത്രുമണ്ഡലം നോക്കുമ്പോ ഹല്ലേലൂയ ചില മൂർച്ഛിച്ച വാക്കുകൾ കൊണ്ടുവരുമ്പോ ചിലതിന്റെ മൂർച്ചകളെ അവസാനിപ്പിച്ചുകൊണ്ട് മൂർച്ചയുള്ളതാക്കി ദൈവം നിന്നെ പുറത്തെടുക്കും. ഹല്ലേലൂയ. നിനക്ക് ഓടുവാൻ ദൈവം ബലം നൽകുക, നിന്റെ കാലുകൾക്ക് ദൈവം ധൈര്യം തല, നിന്റെ മനസ്സിന് ഉറപ്പ് നൽകുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചോ ആഹാരത്തിന്റെ ബലം കൊണ്ട് ഹല്ലേലൂയ അവൻ ഒരേപോലെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ചിലടത്ത് നടന്നു കയറുവാനായിട്ടുള്ള നീ ഇനി ഇരുന്നത് മതി. ചില മാനുഷിക വാക്കുകൾ കേട്ട് നീ ഇരുന്നത് മതി എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. നീ എഴുന്നേൽക്കാൻ തയ്യാറാക. ഇന്ന് ആരെയൊക്കെ തളർന്നിരുന്ന ചിലതിനെ, മാനുഷിക വാക്കുകൾ കേട്ട് ഭയപ്പെട്ട് ഒതുങ്ങിയിരുന്ന ചിലതിനെ കർത്താവ് ഇന്ന് എഴുന്നേൽപ്പിക്കുക. നിങ്ങൾ നടക്കാൻ പോകുക. സ്തോത്ര. നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൗത്യങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും സ്റ്റെപ്പ് വെക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ അനുഭവങ്ങളിൽ പൽക്കാലം വെളിപ്പെടട്ടപ്പാ. പ്രിയതേ മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, മാനുഷിക വാക്കുകൾ നമ്മെ തളർത്തിക്കളയാം, നമ്മെ ശൂന്യത ആക്കി കളയാം, നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയാം, നമ്മളെ അധൈര്യപ്പെടുത്തി കളയാം. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകുക. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാനായിട്ടിടയത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ചിലർത്തത് എഴുന്നേൽപ്പിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ വചനത്തിൽ ഈ പകൽക്കാലം ഒന്ന് ധൈര്യപ്പെടുക. സ്തോത്ര. അതുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യഹോവേ ദൈവം യോശുവയോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. എങ്ങനെയെങ്കിലും കൂടെ ഇരിക്കുമെന്നല്ല, മോശയോട് കൂടെ ഇരുന്നത് പോലെ. ഹല്ലേലൂയ. ഈ പകൽക്കാലം പറയട്ടെ, നിന്നോട് കൂടെ ദൈവം ഇരിക്കും. ഹല്ലേലൂയ. മോശയോട് കൂടെ ഇരുന്ന ദൈവം. ഹല്ലേലൂയ. വിക്കനായിരുന്നു മോശ. ഹല്ലേലൂയ. മാനുഷികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളുടെ മൊത്തത്തിൽ ഓടി പേടിച്ചു പോയതായ സ്തോത്ര മോശ ഹല്ലേലൂയ തിരിച്ച് കടന്ന് ദൈവം കൊണ്ടുവന്നിട്ട് ആ മോശയോട് കൂടെ എങ്ങനെ ദൈവം ഇരുന്നോ ഹല്ലേലൂയ അതുപോലെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നോട് കൂടെ ദൈവം ഇരിക്കുവാൻ ഒരുക്കമാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാമോ? സ്തോത്ര. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല. നീ കർത്താവുമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, നീ കർത്താവുമായിട്ടുള്ളൊരു അഭയ ബന്ധത്തിലാണ് കടന്നു പോകുന്നവയ്ക്ക് പ്രിയ ദൈവവൈദ്യരെ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആർക്കും വാദിക്കുവാൻ കഴിയത്തില്ല. നിനക്കെതിരെ ആർക്കും വെല്ലുവിളിക്കുവാൻ ദൈവം അവസരം കൊടുക്കുകയില്ല. സ്തോത്രം.
ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പറയട്ടെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ, നിന്റെ കുടുംബത്തോട് കൂടെ, നിന്റെ തലമുറയോട് കൂടെ ദൈവം ഈ പകൽക്കാലം ഇരിക്കും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്ന് ചില പ്രതികൂലങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരാ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയത്തിലും. ചില ഭയങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം, ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. നാളെ കുറിച്ചുള്ള ഭയങ്ങൾ, എന്തായി തീരും കർത്താവേ എന്നുള്ള ഭയങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. സ്തോത്രം. എന്ന ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഭയപ്പെടണ്ട. യേശു കർത്താവിന് നമ്മോട് എപ്പോഴും പറയാനായിട്ടുള്ളത് ഭയപ്പെടണ്ട. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ ഭയപ്പെട്ടു അവിടെ ഇരിക്കുവാനായിട്ട് ഇടയെത്തുന്നപ്പോ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിലും ചെന്നിട്ട് യേശു കർത്താവിന് പറയാനായിട്ടുള്ളത് സമാധാനം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. പ്രിയ മക്കളെ, ഈ പകൽക്കാലം ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് അറിയാതെ നീ ഭയത്തോടെ ഇരിക്കുമ്പോഴും എൻ്റെ യേശു കർത്താവിന് അരികെ വന്ന് പറയാനായിട്ടുള്ളത് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കാരണം നമുക്കൊരു ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നാം എന്തിനാ ഭയപ്പെടുന്നത്? വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ഭയം കടന്നു വരുമ്പോ ധൈര്യത്തോടെ പറയണം, സ്തോത്ര. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുത്ത സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. ഞാൻ എനിക്കുള്ളവനല്ല, എന്റെ ദൈവത്തിന് ഉള്ളവനത്രേ. എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം പേർ ചൊല്ലി വിളിക്കുകയും വീണ്ടെടുക്കുകയും മാത്രമല്ല, നിനക്ക് വേണ്ടതൊക്കെയും തരുന്ന ഒരു ദൈവമത്രേ. ഹല്ലേലൂയ. നീ നദി കൂടി കടക്കുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുക. നീ സ്തോത്രം. ഹല്ലേലൂയ. നീ നദികളിൽ കൂടി കടക്കുമ്പോ അവൻ നിന്റെ മീതെ കവിയാനായിട്ട് ദൈവം അനുവദിക്കില്ല. ഒരു തീക്ക് നീ വെന്തു പോകുവാൻ, ഒരു അഗ്നിജോലിക്ക് നിന്നെ ദഹിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കാത്ത ഒരു സർവശക്തന് ദൈവമത്രേ ഉള്ളത്. ഹല്ലേലൂയ. സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ സിംഹത്തിന്റെ വായ അടപ്പിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായി ദൈവമത്രേ ഉള്ളത്. സ്തോത്രം. ഈ പൽക്കാലം നാം നമ്മോട് കൂടെയുള്ള ദൈവം ആരാണത് ആഴമായിട്ടൊരു വെളിപ്പാടിലേക്ക് കയറുക. സ്തോത്രം. ഹല്ലേലൂയ. നീ മുങ്ങിപ്പോകുവാൻ തുടങ്ങുമ്പോ നിന്റെ കരത്തിൽ പിടിപ്പാൻ കഴിയുന്ന, കയ്യെത്തിപ്പിടിക്കുന്ന, ദൂരത്തെ നിൽക്കുന്ന കർത്താവ് കൂടെ ഉള്ളത്. നീ മുങ്ങിപ്പോകാൻ ഇടയാകില്ല. പത്രോസിന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. മുങ്ങുമെന്ന് തോന്നിയപ്പോ കരം പിടിച്ചു. അപ്പൊ അത്രയ്ക്ക് അടുത്ത എന്റെ കർത്താവ് നിൽക്കുന്ന, ഒരു കയ്യെത്തുന്ന ദൂരത്ത് നമ്മുടെ കൂടെ നടക്കുന്ന. ഹല്ലേലൂയ. നാം ഒന്ന് കണ്ടു തുടങ്ങും. പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഭയം കടന്നു വരുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കർത്താവിന് കൂടെ ഒന്ന് സംസാരിച്ച് നടക്കുക. കാണുന്നവർ പറഞ്ഞേക്ക് ഇവ എന്താ പറയുന്നത്, പക്ഷേ ഒരു ദൈവ പൈതന്റെ ഉള്ളിൽ ഒരു പ്രത്യാശ. നീ കർത്താവിനോട് സംസാരിച്ചു കൊണ്ട് നീ ഭയപ്പെടുന്ന വിഷയത്തിനകത്തേക്ക് കടന്നു ചെല്ല്. നീ പോലും അറിയാത്ത അസാധാരണമായി വിടുതലൊക്കെ ഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കാരണം നിന്റെ കൂടെ ചലിക്കുന്നത് സാധാരണക്കാരനല്ല. സ്തോത്രം. ഹല്ലേലൂയ. രേഖകളെ മാറ്റുവാൻ കഴിയുന്ന, നിയമങ്ങളെ തിരുത്തി എഴുതുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില വിഷയത്തിനകത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന രോഗം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്ന ചില വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചില തലമുറയുടെ ചില വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, ഭയപ്പെടേണ്ട. അതിനകത്തൊരു ദോഷവും വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ ജീവന്റെ ബലമാ. ഹല്ലേലൂയ. ദാവീദ് സങ്കീർത്തനത്തെ പറഞ്ഞതുപോലെ, സ്തോത്രം, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നിന്നെ ചില തകർത്ത് കളയുവാനായിട്ട് കടന്നു വരുന്ന ചില വിഷയങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി വായു ഒരുക്കി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആകാശത്തിലും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിച്ചതായ ദൈവം. ഹല്ലേലൂയ. താൻ എന്നെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചതായ ദൈവം. ആ ദൈവം അത്ര നിന്റെ കൂടെയുള്ളത്. ഹല്ലേലൂയ. ആ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ആ ദൈവം നിന്നെ ഉപേക്ഷിച്ച് കളയില്ല. ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ മനുഷ്യൻ നിന്നെ വിട്ട് അകന്നു മാറിപ്പോയിരിക്കാം. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്റെ അടുക്കൽ കൂടെ വന്ന് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമത്രേ. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില തലമുറയുടെ വിഷയമായിരിക്കാം. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വിഷയം നിന്നെ ഒത്തിരി ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്തായി തീരുമെന്നറിയാത്ത അനുഭവത്തിലായിരിക്കും ഈ പകൽക്കാലം നീ ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, എന്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്തു തരും. ഹല്ലേലൂയ. നമ്മുടെ ആകുലത അങ്ങ് മറക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഭയത്തെ മാറ്റിയിട്ട് നാം ധൈര്യപ്പെടുവാൻ തയ്യാറായ
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഭയം നമ്മെ മരണത്തിലേക്ക് കൊണ്ടുപോകാം, നിരാശയിലേക്ക് കൊണ്ടുപോകാം, അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ നമുക്ക് ധൈര്യം പെടുവാനായിട്ട് ഇടയായി തീർന്ന, നാം കർത്താവിൽ ബലപ്പെടുവാൻ ധൈര്യപ്പെടാനായിട്ട് ഇടയായിത്തീർന്ന, അത് നമ്മെ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, മാനുഷിക വാക്കുകൾ നമ്മെ സ്തോത്രം ഹല്ലേലൂയ അധൈര്യപ്പെടുത്തി കളഞ്ഞുകൊണ്ട് പറയാം, ഇനി നീ സ്തോത്രം ഈ വിഷയത്തിനെ ഓർത്ത് നീ പ്രതീക്ഷിക്കേണ്ട, ഒരു മറുപടി ഇനി ലഭിക്കത്തില്ല. ഇതൊക്കെ നിന്നെ നോക്കി ലോകം പറയുമ്പോഴും എന്റെ കർത്താവിന് പറയാനായിട്ടുള്ളത്, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നോട് പറയാനായിട്ടുള്ളത്, നീ ഭയപ്പെടണ്ട. തക്ക സമയത്ത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. നാം ചില വിഷയത്തിനകത്തൊക്കെ നാം ഭയപ്പെടും. കാരണം എന്താ? സമയം കഴിഞ്ഞു പോയി, ഇനി നടക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, തക്ക സമയത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ആർക്കും തടയാൻ കഴിയത്തില്ല. നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് നമുക്കാർക്കും പറയുവാൻ കഴിയാത്ത രീതിയിലാണ് വെളിപ്പെടുന്നത്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നീ മറ്റുള്ളവരോട് എന്ത് പറയണമെന്നറിയാതെ ഭയപ്പെടുന്ന വ്യക്തിയായിരിക്കാം. കടക്കാർ നിന്റെ ഭവനത്തിലൊക്കെ ഇന്ന് കടന്നു വരുമോ എന്നുള്ളൊരു ഭയം നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. ചിലതിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ജപ്തി നോട്ടീസുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളുടെ കോളേജിൽ നിന്ന് കടന്ന് അല്ലെങ്കിൽ ടീച്ചർമാർ വിളിക്കുമോ, ഫീസ് എങ്ങനെ അടയ്ക്കുമോ എന്നുള്ളൊരു ഭയം നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ MRIയുടെയും ബയോപ്സിയുടെയും ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്ന് വരും, നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മാനസികമായ സാഹചര്യങ്ങളെല്ലാം നോക്കിയാ നിന്റെ ഭയത്തിന്റെ തലം വർദ്ധിക്കുവാനായിട്ടിടയത്തിനോ. പക്ഷെ ആ വിഷയത്തിനകത്തേക്ക് നിന്നോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവിനെ ഒന്ന് ഫില്ല് ചെയ്യുവാൻ തയ്യാറാക്കുക. ആ കർത്താവിനെ ഒന്ന് നോക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് അരുളി ചെയ്തു. ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്തു തരുന്ന ദൈവമെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ കർത്താവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അതേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, നിന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങാം. പ്രിയ ദൈവം, നിന്നെ താങ്ങുന്ന ഒരു കരം കൂടെയുള്ളപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ പടക്കിന്റെ അമരക്കാരനായിട്ട് കർത്താവ് ഇരിക്കും കാലത്തോളം നിന്റെ പടവ് മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഹല്ലേലൂയ, ആ വഴി ഡ്രൈവ് ചെയ്യും. പക്ഷേ അതിന്റെ പിൻപുറത്തിരിക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാകില്ല. കാരണം അവർക്ക് ടെൻഷൻ ഇല്ല. കാരണം വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നത് ഡ്രൈവറാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവർ ആയിരിക്കുന്ന അമരത്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമായിരിക്കുമ്പോൾ നീ ഭയപ്പെടണ്ട. നിന്നെ സുരക്ഷിതമായി എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, ഭയപ്പെടുന്ന വിഷയത്തിനകത്തേക്ക് എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അതുകൊണ്ട് ആ വചനത്തിൽ പറഞ്ഞത്, യഹോവന്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കുക? ഈ വചനത്തെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തിനകത്തേക്ക് ഈ വചനത്തെ പറയ, യഹോവന്റെ വെളിച്ചം എൻ്റെ രക്ഷയും ആകുന്നു. ഹല്ലേലൂയ. യഹോവന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നീ ഇന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നീ കടന്നു പോകുന്നിടത്ത് ആ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കുക. ആ വെളിച്ചം കയറി ചെല്ലുവാനായിട്ട് ഇടയത്തിരുമ്പോ അന്ധകാരം മാറും, ഇരുളുകൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. നിന്റെ ജീവിതത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയത്തിരും. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം കൂടെയുണ്ട്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ, ചെങ്കടലിന്റെ നടുവിൽ ഇസ്രായേൽ ജനതയ്ക്ക് വഴി തുറന്നു കൊടുത്തതായ ദൈവം, മാറയുടെ അനുഭവത്തെ ഹല്ലേലൂയ, കയ്പിന്റെ അനുഭവത്തെ മാറ്റി മധുരമുള്ള വെള്ളത്തെ കൊടുത്തതായ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ബാലം വരെ തീക്കകത്തുനിന്ന് പുറപ്പെടുവിച്ച ദൈവം. അത് മാത്രമല്ല, പുതിയ ദൈവത്തിൽ കടന്നു വരുമ്പോ പൗലൂസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷയെ നിവർത്തിച്ചതായ ദൈവം നിന്റെ കൂടെയുണ്ട്. പലതും നിന്നെ കൊണ്ട് നിവർത്തിക്കത്തില്ലെന്ന്, പല തലമുറയുടെ നന്മകൾ നിന്നെ കൊണ്ട് കാണിക്കത്തില്ലെന്ന് ശത്രുവാദിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിന്നോട് പറഞ്ഞ ആലോചനയെ നിവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് ആരുടെയൊക്കെ കരത്തെ കർത്താവ് പിടിക്കുക, ആരുടെയൊക്കെ ഉള്ളിനകത്തേക്ക് കർത്താവ് കയറുക എന്ന പകൽക്കാലം അത്രേ നിന്റെ ഉള്ളിൽ നിന്ന് ഭയത്തെ അങ്ങ് പുറത്താക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുക, ധൈര്യമായിരിക്കുക.
ഭയപ്പെടേണ്ട, ഉറപ്പുള്ളവരായിരിക്കുക. ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ച ദൈവമേ കർത്താവേ, ഇവരെ കൂടെ അങ്ങിരിക്കുന്നതിനായി സ്തോത്രം. ഈ പകൽക്കാലം അവരുടെ മുമ്പിൽ കടന്നു പോകുന്ന വിഷയങ്ങളകത്ത് ഭയങ്ങൾ കാണും. ആ ഭയങ്ങൾ മാറിപ്പോട്ടെ. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, ധൈര്യം, ബലം കൊടുക്കണമേ. ചില മാനുഷിക വാക്കുകൾ ഞങ്ങൾ അധൈര്യപ്പെടുത്താം. മരണത്തിലേക്ക് വരെ ഞങ്ങൾ എത്തിച്ചിരിക്കാം. പക്ഷേ അതിന് എഴുന്നേൽപ്പിക്കുന്ന ഒരു സർവശക്തന്റെ കരം ഇന്ന് ചിലരുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. തളർത്തിക്കളഞ്ഞ, നിരാശപ്പെടുത്തിക്കളഞ്ഞ ചില വാക്കുകളുടെ അകത്ത് നിന്ന് കർത്താവെ ഇവരെ പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നതാണല്ലോ. ആ സ്വസ്ഥത തന്റെ ജനം അനുഭവിക്കട്ടെ. ഭാരത്തോട്, പ്രയാസത്തോട്, വേദനയോട് ആയിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ ശാരീരിക ക്ലേശത്തിൽ ആയിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ഭയം, ഹല്ലേലൂയ, സാമ്പത്തിക തകർച്ചയുടെ ഭയം, നാളെ കുറിച്ചുള്ള ആകുലതയുടെ ഭയം, ഈ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ അകത്തുനിന്ന് വിട്ടുമാറട്ടപ്പാ. കർത്താവിന്റെ സ്നേഹം ഫില്ലാക്കട്ടെ. കർത്താവ് ധൈര്യം കൊടുക്ക്, ബലം കൊടുക്ക്, ശക്തി കൊടുക്ക്. അങ്ങോട്ട് വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. ഇരുളാണ് ഭയപ്പെടുത്തുന്നത്. ആ ഇരുള് മാറിയിട്ട് അതിനകത്തേക്ക് കർത്താവിന്റെ വെളിച്ചം പ്രകാശിക്കട്ടപ്പാ. ഇരുളുകൾ ഓടി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.